കാല് ശുദ്ധമാക്കുക. ക്ലെൻസ് യുവർ ഫീറ്റ്. കാലുകളെ ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. 2025 2025 ആദ്യ മാസങ്ങളാണ്. 2024 അതിശയകരമായ വിധത്തിൽ നമ്മളെ ദൈവം കഷ്ടത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ നടുക്കൂടെ നമ്മളെ നടത്തിക്കൊണ്ടുവന്നു. എല്ലാവരും ആയുസ്സോടും ആരോഗ്യത്തോടും കൂടെ സൂക്ഷിച്ച് ഈ ലോകത്തിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയാനും അനുഭവിക്കാനും തന്ന അവസരത്തിന് നന്ദി പറയുകയാണ്. അപ്പോൾ കാലുകളെ ശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ യേശു വ്യക്തികളുടെ തലയല്ല കഴുകുന്നത്, കാലാണ് കഴുകുന്നതായിട്ടാണ്. കാല് കഴുകുന്ന ശുശ്രൂഷ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം കാലിന് ഇത്ര വലിയ പ്രാധാന്യം വചനത്തിലുണ്ടോ? എന്തിനാണ് കാലുകൾക്ക് ഇത്ര? അപ്പോൾ അനുഗ്രഹമായ ഒരു വർഷത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്, മുൻപോട്ട് നയിക്കുന്നത് കാലുകളാണ്. നമുക്കിപ്പോൾ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തോട്ട് പോകണമെങ്കിൽ കാല് വേണം, വേണ്ടേ? കാലില്ലെങ്കിൽ വലിയ പാടാണ്, കാലില്ലാത്തവരെ പൊക്കിക്കൊണ്ട് പോകണം. പക്ഷെ നമുക്ക് കാല് തന്നിരിക്കുന്നത് കാല് വെച്ച് നടക്കാൻ. സുവിശേഷം പറയുന്ന കാലുകൾ എത്ര മനോഹരം ആണ്. സുവിശേഷം പറയുന്ന കാലുകളെന്ന വാക്കെന്നാവെന്നല്ല പറയുന്നത്. അപ്പം ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. നിൻ്റെ കാല് എവിടെ ചെന്ന് നിൽക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനം 1 പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാൻ കാല് വേണേ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപിയുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവനാറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തമായ വൃക്ഷം പോലെയാകും. അവൻ ചെയ്യുന്നതെല്ലാം സഫലമാകും. കാലാണ്. ദുഷ്ടന്മാരുടെ ആലോചന ഉള്ളിടത്തും അവൻ്റെ അടുത്തും നമ്മൾക്ക് കാല് ചെല്ലാൻ ഒക്കത്തില്ല. കാല് കർത്താവേ, ഞങ്ങളുടെ കാല്, ഭർത്താക്കന്മാരുടെ മക്കളുടെ മരുമക്കളുടെ കാല് കർത്താവിൻ്റെ കാലിനോട് കെട്ടി അങ്ങ് വെക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ അരയ്ക്ക് കെട്ടിവെക്കുകയാണ്. അവിടെ നിൽക്കട്ടെ എന്ന് പറയും ദൈവം. അടുത്ത തലമുറ നശിച്ചു പോകാൻ ഒക്കത്തില്ല. തീക്ഷ്ണമായിട്ട് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുക എന്ന് ദൈവം പറയുമ്പോൾ കാല് ശുദ്ധമാക്കാൻ പറയുമ്പോൾ കർത്താവ് നാഹൂമിനകത്ത് പറയുന്നുണ്ട് 1:15 കാലുകൾ, സുവിശേഷം പറയുന്ന കാലുകൾ. നാഹൂമിൻ്റെ 1:15 പഴയ ഈ നമ്മുടെ കാലുകളെ ദൈവം തമ്പുരാൻ ശുദ്ധമാക്കി കഴിയുമ്പം കാലുകളെക്കുറിച്ചുള്ള മഹത്വം എത്രമാത്രം. നമ്മൾ ഈ കാലെന്ന് പറയുന്നത് ഉള്ളംകാലെന്നാണ് പറയുന്നത്. പുരോഹിതന്മാരുടെ ഉള്ളംകാല് യോർദാൻ്റെ പടിക്കൽ വെള്ളത്തിൻ്റെ വക്കത്തു വന്ന് പെട്ടകം തോളത്ത് പിടിച്ചുകൊണ്ട് വന്ന് നിന്നപ്പോൾ കാല് ചവിട്ടി, അതായത് എൻ്റെ ഉള്ളംകാല്, പുരോഹിതൻ്റെ ഉള്ളംകാല് വെള്ളത്തിന്മേൽ ചവിട്ടിയപ്പോൾ വെള്ളം 2ആയിട്ട് മാറി. എൻ്റെ കാലുകൾ എവിടെയാണ്? പ്രശ്നത്തിൻ്റെ മുമ്പിൽ ഭയന്ന് നിൽക്കുന്ന മക്കളോട് പറയുകയാണ്, നിൻ്റെ കാല് വിശ്വാസക്കാലായി മാറണമെങ്കിൽ തല തൊട്ട് കാലുവരെ വചനം കൊണ്ട് നിന്നെ പൂഷണം, അത് വചനം കൊണ്ട് കുളിപ്പിക്കണം, വചനത്തിൽ നിന്നെ പുതുസൃഷ്ടിയാക്കണം, എന്നെങ്കിലും നിനക്ക് ബലം കിട്ടുന്നു. ചിലർക്ക് ജന്മനാ ബലമുള്ളവരെ കണ്ടിട്ടുണ്ട്, ചിലർക്ക് എന്ത് പറഞ്ഞാൽ ബലമില്ല, ഉള്ള ബലമെല്ലാം ചോർന്നു പോകും. അപ്പോൾ ഇന്നലെ വരെ വലിയ ഗമേ നടന്നവൻ ഇന്ന് വീട്ടിനകത്ത് മുറിക്കകത്ത് ഒളിഞ്ഞിരിക്കുകയാണ്. എന്താണ്? മുൻപോട്ട് ഫേസ് ചെയ്യാനുള്ള ശക്തിയില്ല. അതുകൊണ്ടാണ് നാഹൂമി പറയുന്നത് 1:15 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇതാ പർവ്വതങ്ങളിൽ മേൽ, താഴ്വരയല്ല കേട്ടോ, പർവ്വതങ്ങളിന്മേൽ സുവാർത്ത ദൂതനായി സമാധാനം ഘോഷിക്കുന്നവൻ്റെ കാൽ. യഹൂദയെ, നിൻ്റെ ഉത്സവങ്ങളെ ആചരിക്കുക, നിൻ്റെ നേർച്ചകളെ കഴിക്കുക, നിസ്സാരന് നിന്നിൽ കൂടെ കടക്കയില്ല, അവനശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു. എപ്പോഴാണ്? നിൻ്റെ കാലുകളെക്കുറിച്ച്. പർവ്വതങ്ങളുടെ മേളിലേക്ക് നിൻ്റെ കാലുകൾ കയറട്ടെ. ഇതാ പർവ്വതങ്ങളിന്മേൽ സുവാർത്ത ദൂതുമായിട്ട്, സമാധാനത്തിൻ്റെ ദൂതുമായിട്ട് കയറി വരുന്ന ദൂതൻ. കയറിപ്പോകാൻ നിൻ്റെ കാലിനെയാണ് ദൈവം ഉപയോഗിക്കുന്നതെങ്കിൽ, നീയാണത് ചെയ്യേണ്ടിയെങ്കിൽ, യോശുവയെപ്പോലെയും മോശയെപ്പോലെയും നിന്ന് സീനായ് മലയുടെ മുകളിൽ കയറിയെങ്കിൽ ഇന്ന് സിയോൻ്റെ മലയുടെ മുകളിലേക്ക് കയറാൻ നമ്മളോട് ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. അവിടെ നിൽക്കരുതേ. നിൻ്റെ ഉത്സവങ്ങളെ നീ ആചരിച്ചോ, നിന്റെ നേർച്ചകളെ കഴിച്ചോ, നിസാരനിനി നിന്നിൽ കൂടെ കടക്കത്തില്ല, അവൻ അശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ദൂതാണിത്.
ശരിയാ, പഴയ നിയമത്തിനകത്തതും പുതിയ നിയമത്തിൽ ജീവൻ വെച്ച് വരുന്നതാണ്. പഴയ നിയമത്തിൽ പഴയതിൽ നിന്നും പുതിയതിൽ നിന്നും എടുത്തു കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. പുതിയ വീഞ്ഞ് പഴയ വീഞ്ഞ് എന്നും പറയുന്നുണ്ട്. ഈ വേദപുസ്തകത്തിലെ മർമ്മങ്ങൾ ആത്മാവ് ഓരോ സമയത്ത് നമുക്ക് ഉപയോഗപദത്തിൽ ആത്മാവ് പറയുമ്പം ചിലർക്കത് ചെന്ന് കൊള്ളും, എല്ലാവർക്കും ഇല്ല, ചിലർക്ക്. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ. 1000 പേരുടെ ഇടയ്ക്ക് ഒരു ദൂത് പറയാൻ ചിലപ്പോൾ ഒരാൾക്കുള്ളതായിരിക്കും. ആ ഒരാളെക്കുറിച്ചുള്ള വില വലുതാണ്. ആ ഒരാളുടെ ജീവൻ. എത്രയോ പ്രാവശ്യം ഈ പ്ലെയിനൊക്കെ ആക്സിഡൻറ്റ് വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ദൈവം കാറിന് പ്രശ്നം വരുത്തിയോ അല്ലെ വീട്ടിൽ പ്രോബ്ലം വരുത്തിയോ ആ എയർപോർട്ടിലോട്ട് വിടിയിപ്പിക്കത്തില്ല. കാരണം ആ ഒരൊറ്റ വ്യക്തിയെ രക്ഷിക്കാൻ, ഒരൊറ്റ വ്യക്തി. നമ്മൾ ഒരാളൊരു ബോട്ടിൽ കയറിയാൽ ആ ബോട്ട് വീഴാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവം, അങ്ങനെ കരുതുന്ന ഒരു ദൈവം. ആ ദൈവം പറയും, നിൻ്റെ കാലുകൾ എങ്ങനെയുള്ളതാണ്? സുവാർത്ത ദൂതമായിട്ട് സമാധാനം ഘോഷിക്കുന്ന കാലുകളായിട്ട് മാറണം. യെശയ്യാ 52:7 അങ്ങനെ തന്നെ പറയുന്നു. യെശയ്യാ 52:7 ഇതേപോലെ തന്നെ കാലുകളെക്കുറിച്ച് പറയുകയാണ്. നമ്മുടെ കാലുകൾ എവിടെ നിൽക്കുന്നു, കാലെന്തിനു ഉപയോഗിക്കുന്നു? കർത്താവ് പറയാണ്, നിൻ്റെ കാലുകൾ ഇന്ന് മുതൽ ദൈവത്തിന് ഹിതമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്നെയോ നിൻ്റെ സന്തതിയോ ഞാൻ വിടുകയില്ല. യേശുവിൻ്റെ നാമത്തിൽ. ആർക്കുള്ള ദൂതാണ് കടന്നു വരുന്നു, നമുക്കുള്ള ദൂതായിട്ട് നമ്മൾ എടുക്കുകയാണ്. 52:7 ഇങ്ങനെയാണ് പറയുന്നത്, സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതൻ്റെ കാല് പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം. ഈ കാലം മനോഹരമാണ്. എന്താണ്? നന്മയെ സുവിശേഷിക്കണം, സമാധാനം പറയുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ വീട്ടിലൊക്കെ അറിയാൻ വയ്യാതെ ഒരാൾ വന്നാൽ ആദ്യം എന്തിനാ വന്നത് ഇങ്ങനെ അന്നത്തെ ചോദ്യം. ഫോൺ അറിയാതെ സമയത്ത് എന്തിനാ വിളിച്ചത്? ഭയമാണ്. എല്ലാം ഭയവും വിഭ്രാന്തിയും ഉള്ള ഒരു കാലമാണ്. അറിയാൻ വയ്യാത്ത ഒരാൾ വീട്ടിൻ്റെ വാതിൽക്ക് വന്ന അമേരിക്കയിലൊക്കെ അവർ വെടിവെച്ച് ഷൂട്ട് ചെയ്യും. ഞാൻ അമേരിക്കയിലൊക്കെ ചെല്ലുമ്പോൾ ഫ്ലോറിഡായി താമസിക്കുമ്പം കൊച്ചുമോക്ക് ഹോഴ്സ് റൈഡിങ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് കുറേ ദൂര സ്ഥലത്തോട്ട് പോകും. അപ്പം നമ്മുടെ സ്വഭാവം നമ്മുടെ നാട്ടിൽ പോയി നമ്മളിങ്ങനെ ചുറ്റുപാട് വെക്കും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും, എവിടെയെങ്കിലും പോകല്ലേ, നോക്കല്ലേ എന്ന്. കാരണം ഇവരുടെ ടെറിട്ടറിയുടെ അടുക്ക വന്ന് ആരാന്നൊന്നും നോക്കൂല. അവർ തോക്കെടുത്ത് വെടിവെച്ച് കളയും. പിന്നെ അവരുടെ വീടിൻ്റെ അടുക്ക വന്നിട്ടാണെന്ന് പറഞ്ഞ് അവർക്കതിന് തോക്കുണ്ട് എല്ലാവരുടെയും വീട്ടിൽ, അതിനുള്ള റൈറ്റുമുണ്ട്. ആ കണക്കിലൊക്കെ നോക്കുമ്പോൾ നമ്മളിവിടെ തന്നെ സുഖമെന്ന് ചിലപ്പം ചിന്തിക്കും. പിന്നെ മറ്റുള്ളവരുടെ പ്രൈവസി അവർ അല്ലെങ്കിൽ അത് സൂക്ഷിക്കുന്നുണ്ട്, അതും നല്ലത്. എല്ലാത്തിനും 2 സൈഡുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഭയം മാറണം. ഈ കാലുകൾ, എൻ്റെ കാലുകൾ സുവിശേഷം പറഞ്ഞു, ഞാൻ എവിടെ ചെല്ലുന്നു, ഞാൻ അവിടെ ചവിട്ടിയതിനാൽ അവിടെ സമാധാനമുണ്ട്. പറയാം അങ്ങനെയല്ലേ, സമാധാനം സുവിശേഷിക്കുന്ന കാലം എന്നല്ലേ പറഞ്ഞു. അങ്ങനെയാണോ ദൈവം പറയുന്നത്? അങ്ങനെയല്ലേ? സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും. കർത്താവ് ഉണ്ടെങ്കിൽ അവിടെ രക്ഷയുണ്ട്, പറഞ്ഞു കൊടുക്കേ. സിയോൻ നിൻ്റെ ദൈവം വാഴുന്നു എന്ന് പറ. സുവാർത്താ ദൂതൻ്റെ കാല് പർവ്വതങ്ങളിന്മേൽ. ഈ കാലും വെച്ചിട്ട് ഭൂമിയുടെ താഴ്വരയിലോട്ട് വരും, മേളിലോട്ട് കയറിയിട്ട് വിളിച്ചു പറയാൻ, ഭൂമിയുടെ അറ്റം വരെ ഈ സുവിശേഷം ചെന്ന് കൊള്ളട്ടെ. കർത്താവ് പോലും തൻ്റെ ശിഷ്യന്മാർ ജോലിക്ക് പോകുന്നതിന് മുമ്പ്, സുവിശേഷം പറയുന്നതിന് മുമ്പ് അവരുടെ കാലുകളെയാണ് കഴിയത്. അപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, അയ്യോ എൻ്റെ കാല് കഴുകരുന്നു. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നിൻ്റെ കാലുകളെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നുമായിട്ടൊരു പങ്കില്ല. കാലുകൾ കഴുകണം. നമ്മുടെ എത്ര പേര് ഭാര്യമാർ ഭർത്താക്കന്മാരുടെ കാലുകൾ കഴുകിയിട്ടുണ്ട്. നമ്മുടെ മക്കളുടെ കാലുകൾ ആത്മാവിൽ കണ്ടുകൊണ്ട് അവരുടെ കാലുകളെ കഴുകുക. കർത്താവിൻ്റെ മരണത്തിന് മുമ്പ്, അതായത് ക്രൂശ് മരണത്തിന് മുൻപ് പാപിനിയായ സ്ത്രീ സ്വച്ഛതടാമാംസ തൈലം എടുത്തുകൊണ്ട് വന്ന് ആ പാത്രം പൊട്ടിച്ചിട്ട് ആ തൈലമെടുത്ത് കർത്താവിൻ്റെ കാലിന്മേലൊഴിച്ചു. എന്നിട്ട് അവളുടെ മുടി കൊണ്ട് കാലൊപ്പിയപ്പോൾ സൗരഭ്യവാസന അവളിലാണ് കൂടുതലുണ്ടായത്. മുറി മുഴുവനും മണത്തു. നമ്മളും അങ്ങനെ തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പറയുന്നത്, സമാധാനത്തിൻ്റെ സുവിശേഷം നിൻ്റെ കാലിന് ചെരുപ്പായി മാറണം. സമാധാന സുവിശേഷം ഞാൻ പറയുന്നത്, ഈ സമാധാനം ഉൾക്കൊള്ളുന്ന വ്യക്തികൾ വീട്ടിൽ കാല് ചവിട്ടുന്നത് നമ്മുടെ ഭാഗ്യമാണ്. ചിലർ വന്ന് വീട്ടിൽ ചവിട്ടി വെച്ച് പോകും. ഈ ഓരോ വ്യക്തികൾ ഓരോ ഓൾട്ടറായിട്ട് കാണണേ. ചില വ്യക്തികൾ വന്ന് വീട്ടിൽ കന്നേച്ച് പോകും, ഉള്ള സമാധാനം മുഴുവൻ അങ്ങ് ചോർന്നു പോകും. എന്നതാ അവർ കൂടെ കയറി വരുന്ന ആർക്കറിയാം.
അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നീ അനുവദിക്കുന്നവരും നിൻ്റെ സമാധാനത്തിൻ്റെ സുവിശേഷം പറയുന്നവരുമേ എൻ്റെ ഭവനത്തിൽ കയറി വരാവേ. നമ്മുടെ മക്കളുമായിട്ടുള്ള ബന്ധം ദൈവം അറിയുന്നവർ മാത്രമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാലുകൾ വേണ്ടാത്തത് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഈ ഫിലദെൽഫിയയോട് പറഞ്ഞതുപോലെ ഞാൻ നിനക്കൊരു കിരീടം വെക്കുകയാണ്. നിൻ്റെ കാലുകൾ സുവിശേഷം പറയുന്ന കാലുകളായിട്ട് നീ മാറ്റുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ഞാൻ നിനക്ക് കിരീടം തരും. വെളിപ്പാടിൻ്റെ 3:1 വെളിപ്പാട്, ഞാൻ വേഗം വരുന്നു, നിൻ്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കവണ്ണം നിനക്കുള്ളതെ പിടിച്ചുകൊള്ളുക. ഈ ഫിലദെൽഫിയയിലെ സഭയ്ക്കാണ് ഇത് എഴുതുന്നത്. എന്താണ്? ദാവീദിൻ്റെ വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നതിന് അരുളി ചെയ്യുകയാണ്. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്ന ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചു. അപ്പം ദൈവവചനം കൊണ്ട് നടക്കുന്ന വ്യക്തികൾക്ക് കിരീടം തരുന്നതാണ് പറയുന്നത്. ഞാനിതാ നിൻ്റെ കിരീടം ഇനി ആരും എടുക്കാൻ അനുവദിക്കത്തില്ല. ജയിക്കുന്നവന് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അതാണ് നടും തൂണായിട്ട് ദൈവമാണ് നമ്മളെ നിർത്തുന്നത്. എൻ്റെ ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളെ അവൻ കണ്ടിരിക്കുന്നു. ഉലകസ്ഥാപനത്തിന് മുൻപേ അവൻ നിയോഗിച്ചിരിക്കുന്നതാണ്. അത് സംഭവിക്കട്ടെ, ഇന്ന് സംഭവിക്കട്ടെ, ഇപ്പോൾ സംഭവിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 15:1-5 ഞാനോ മുന്തിരി നിങ്ങൾ വള്ളികളുമാകുന്നു, എന്നിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ ധാരാളം ഫലം കായ്ക്കും. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ആ ദൈവത്തിൻ്റെ ശബ്ദം പറയുന്നു, നിങ്ങളെ ഞാൻ ഇന്ന് അനുഗ്രഹിച്ച് നിങ്ങളുടെ തലയിൽ കിരീടം വെച്ചിരിക്കുന്നു, നിങ്ങളെ ഞാൻ ആലയത്തിൻ്റെ തൂണാക്കി വെച്ചിരിക്കുന്നു. നമ്മുടെ മക്കളെ, ആൺമക്കളെ, പെൺമക്കളെ, നമ്മുടെ ഭർത്താക്കന്മാരെ, നമ്മളെയല്ല, ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ തൂണായിട്ട് നമ്മുടെ ആൺമക്കളെ നടും തൂണാക്കി മാറ്റുന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം, പ്രാർത്ഥിക്കാം. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവർ കേൾക്കട്ടെ എന്നാണ് വെളിപ്പാടിൻ്റെ 3:13 പറയുന്നത്. വെളിപ്പാടിൽ പറയുന്നത് ആത്മാവ് കേട്ടുന്നത് ജഡം കേൾക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അകത്തെ അന്തരാത്മാവ് കേട്ടിട്ട് ദൈവമേ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന മക്കളുടെ മേൽ നിൻ്റെ ഇത്ര വലിയ ഉന്നതമായ പദവി, രാജകീയ കിരീടം വെച്ചു കൊടുക്കുക തന്നെയല്ല, നീ അവരെ നടുംതൂണായിട്ട്, ആലയത്തിൻ്റെ നടുംതൂണുണ്ടെങ്കിലല്ലേ ബാക്കി പണിയാനൊക്കത്തുള്ളൂ. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ 7 തൂണുകൾ കൊണ്ട് വീട് പണിയുന്നു എന്നാണ് പറയുന്നത്. താവേ ഞങ്ങളുടെ കാലുകൾ സുവിശേഷത്തിൻ്റെ കാലുകളാകുമ്പം ജ്ഞാനമുള്ള സ്ത്രീകളായിട്ട് മാറുകയാണ്. സൗന്ദര്യം വ്യർത്ഥവും ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ അവളെ പ്രശംസിക്കുക തന്നെ വേണം. പട്ടണങ്ങളിൽ അവളെ പ്രശംസിക്കുമെന്ന് പറഞ്ഞത് ഞങ്ങളുടെ തലമുറകളുടെ മേൽ, മക്കളുടെ മേൽ, മരുമക്കളുടെ മേൽ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ചെന്ന് ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ സുവിശേഷിക്കുന്ന കാലുകൾ എത്ര മനോഹരം, അവരുടെ പദവി ഉന്നതമാപ്പിച്ച സിയോൻ മലയുടെ മുകളിലേക്ക് ഇവർ കയറട്ടെ അപ്പച്ച. അവർ കയറുന്നത് കണ്ടിട്ട് അടുത്ത തലമുറകളും കയറി വരട്ടെ അപ്പച്ച. നിത്യനായ ദൈവത്തിൻ്റെ പ്രകാശം കൊണ്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെ മുഖം ഇന്ന് പ്രകാശിക്കുന്നതിന് നന്ദി പറയുന്നു. ഇരുട്ട് മാറിയിരിക്കുന്നു, വെളിച്ചം തന്നിരിക്കുന്നു. ഇരുട്ടും വെളിച്ചവും തമ്മിൽ എന്ത് ബന്ധം? ഇരുട്ട് മാറി വലിയ പ്രകാശം തന്ന ദൈവത്തിന് എഴുന്നേറ്റ് പ്രകാശിക്കുക. നിൻ്റെ പ്രകാശം ഉദിച്ചിരിക്കുന്നു, ചുറ്റുപാടും കൂരിരുട്ട്, നിൻ്റെ മേലോ എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കുന്നു. ആ വെളിച്ചം തന്ന ദൈവം തലമുറയായിട്ട് വെളിച്ചം തന്നിരിക്കുന്നതിന് സ്തോത്രം. പ്രാപിച്ചെടുത്ത് നിന്നെ നന്ദിയുള്ളൊരു ഹൃദയമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.